ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് ചൂരൽമലയിൽ അതിജീവനത്തിന്റെ കാഴ്ചയായി കടകളുടെ ഷട്ടർ ഉയർന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന 3 കടകളാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തുറന്നത്. ചൂരൽമലയിലെ കടകൾക്കുള്ളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളിലുണ്ട് ആ രാത്രിയുടെ ഭീകരത. ഇവിടുത്തെ വ്യാപാരികളുടെ ജീവിതം പാടെ തകർന്നുപോയി. ദുരന്തമുണ്ടായി 20 നാളുകൾക്ക് ശേഷം പതിയെ ഷട്ടർ തുറന്നപ്പോൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു മുന്നിൽ. മണ്ണും ചെളിയും മാത്രം കടകളിൽ നിറഞ്ഞു. പതിയെ ദിവസങ്ങളെടുത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ ആ ചെളിയെല്ലാം നീക്കി വൃത്തിയാക്കി. ഇന്നിതാ 3 കടകൾ ചൂരൽമലയിൽ തുറന്നു പ്രവർത്തനം തുടങ്ങി. പലചരക്ക് കടയും ചായക്കടയും ആരംഭിച്ചു. നഷ്ടങ്ങളുടെ കൂമ്പാരം മനസ്സിലുണ്ടെങ്കിലും മുഹമ്മദ് അലിക്കും ബഷീർക്കുമെല്ലാം മുന്നോട്ട് ജീവിക്കാനുള്ള തെളിച്ചവും ആശ്വാസവുമാണിത്. ഇല്ലെങ്കിൽ 30-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഇതുവരെ വളരെയധികം ഒരു വിഷമത്തിലായിരുന്നു. ഇന്നിപ്പോൾ സന്നദ്ധ സംഘടനകളും ഇതിനുവേണ്ടി ഈ കോലത്തിലായിട്ടുള്ള പഴയ കട ഒരു ചെറിയ തോതിൽ പുനർനിർമ്മിക്കാൻ സഹായിച്ചു തന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും പുതിയതായിട്ട് കട തുറന്നതിനാണ് ഇന്ന് തന്നെ തുറക്കുന്നത്. അതിൻ്റെ വലിയതായിട്ടുള്ള ആശ്വാസമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊക്കെ ചെയ്തു തന്ന ആൾക്കാരോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. പല ആൾക്കാരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ സ്വന്തമല്ല, ഓരോരുത്തർ സ്പോൺസർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ് കടകളിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു. മറ്റ് സഹായഹസ്തങ്ങളും പങ്കാളികളായി. വരും ദിവസങ്ങളിൽ കൂടുതൽ കടകൾ ചൂരൽമലയിൽ തുറക്കട്ടെ. ടീം 24 വയനാട്.